ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ രാമകഥ രസവാഹിനി. അധ്യായം 4. സന്താനലാഭം. രാജ്ഞിമാർ കുലഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സ്നാനം കഴിഞ്ഞ് കുടുംബദേവതയുടെ പ്രതിഷ്ഠയുള്ള കൊട്ടാരം കോവിലിൽ പ്രവേശിച്ചു. വസിഷ്ഠൻ പൂജാകർമ്മം പൂർത്തിയാക്കി. ദിവ്യപുരുഷൻ പ്രദാനം ചെയ്ത പായസം 3 സ്വർണ്ണപാത്രങ്ങളിൽ പകുത്തുവച്ചിരുന്നു. വസിഷ്ഠൻ ദശരഥനോട് പറഞ്ഞു, രാജാവേ, ഈ പ്രസാദം അങ്ങയുടെ പത്നിമാർക്ക് കൊടുക്കൂ. ആദ്യം കൗസല്യയ്ക്ക്, പിന്നീട് സുമിത്രയ്ക്ക്, മൂന്നാമതായി കൈകേയിക്ക്. രാജാവ് ഗുരുവിൻ്റെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിച്ചു. അവർ പാത്രങ്ങളെടുത്ത് വസിഷ്ഠൻ്റെയും ദശരഥൻ്റെയും പാദങ്ങൾ നമസ്കരിച്ചു. യാഗത്തിലെ മുഖ്യ ആചാര്യനായിരുന്ന ഋഷ്യശൃംഗൻ്റെ പാദസ്പർശത്തിനു ശേഷമേ അവർ പായസം കഴിക്കാവൂ എന്ന് വസിഷ്ഠൻ നിർദ്ദേശിച്ചു. അതിനാൽ കൗസല്യയും കൈകേയിയും തങ്ങളുടെ പ്രസാദം ആ കോവിലിൽ തന്നെ സുരക്ഷിതമായി വച്ചു. കേശാലങ്കാരത്തിന് ശ്രദ്ധിക്കുന്നതിനും മുമ്പ് തോഴിമാരോടൊത്ത് മുടി ഉണക്കുവാൻ പോയി. ഇതിനിടയിൽ സുമിത്ര മട്ടുപ്പാവിൽ ചെന്ന് തൻ്റെ പായസം ഉയരം കുറഞ്ഞ പ്രാകാരമതിലിന്മേൽ വെച്ച് വെയിലിൽ മുടിയാറ്റുന്നതിലേർപ്പെട്ടു. അപ്പോഴെല്ലാം അവർ തൻ്റെ അവസ്ഥയെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. താൻ 2ാം രാജ്ഞിയാണ്. ആദ്യ രാജ്ഞിയുടെ പുത്രൻ അവകാശി എന്ന നിലയിൽ സിംഹാസനാരോഹണം ചെയ്യും. 3ാം രാജ്ഞിയായ കൈകേയിയുടെ പുത്രന് അവരുടെ വിവാഹത്തിൻ്റെ ആലോചനാഘട്ടത്തിൽ തന്നെ നൽകപ്പെട്ടിരുന്ന വാഗ്ദാനത്തിനനുസരിച്ച് സിംഹാസനം ലഭിക്കും. പക്ഷേ തൻ്റെ പുത്രന് എന്തു സംഭവിക്കും? അവർ ഇവിടെയുമില്ല അവിടെയുമില്ല എന്ന നിലയിലായിത്തീരും. പദവിയോ ഭരണാധികാരമോ ഒന്നും ലഭിക്കാതെ നരകിക്കുന്ന ഒരു പുത്രൻ തനിക്ക് എന്തിനു വേണം? ജനിച്ച് അനാദരിക്കപ്പെടാനുള്ള ഒരു മകനേക്കാൾ മകൻ ജനിക്കാതിരിക്കുകയല്ലേ ഭേദം? ഈ ചിന്തയും സംശയവുമെല്ലാം ഒരു നിമിഷത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ സുമിത്ര സ്വയം സമാധാനിച്ചു. ഈശ്വരൻ നിശ്ചയിച്ചത് നടക്കുക തന്നെ വേണം എന്നവർക്ക് തോന്നി. ആർക്കും അത് തടുക്കുവാനാവില്ല. ദിവ്യപ്രസാദം കഴിക്കുക എന്നത് കുലഗുരുവിൻ്റെയും ആജ്ഞയും ഭർത്താവിൻ്റെ കൽപ്പനയുമാണ്, അവൾ ഓർത്തു. അതുകൊണ്ട് സുമിത്ര പായസം കഴിക്കാൻ തീരുമാനിച്ചു. പായസപാത്രം എടുക്കാനായി അങ്ങോട്ട് ചെന്നു. അപ്പോൾ കഷ്ടം! ഒരു ഗരുഡൻ എവിടെ നിന്നോ പറന്നെത്തി പായസപാത്രവും അതിൻ്റെ കൊക്കിലൊതുക്കി ദൂരെ ആകാശത്തിലേക്ക് പറന്നും അകന്നു. അമൂല്യമായ പായസം നിസ്സാരമായി കരുതിയതോർത്ത് സുമിത്ര പശ്ചാത്തപിച്ചു. ഈ ദൗർഭാഗ്യത്തെപ്പറ്റി അറിയാനിടയായാൽ രാജാവിൻ്റെ പ്രതികരണം അസഹനീയമായിരിക്കും. ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. സുമിത്ര നേരെ കൗസല്യയുടെ സമീപം ചെന്ന് സംഭവം മുഴുവൻ അവരോട് പറഞ്ഞു. അപ്പോഴേയും കൈകേയിയും അവിടെ എത്തിയിരുന്നു. 3 പേരും സഹോദരിമാരെ പോലെ വളരെ സ്നേഹത്തിലായിരുന്നു. അവർ ഈ ദുഃഖവാർത്ത രാജാവിനെ അറിയിക്കേണ്ട എന്ന് തീരുമാനിച്ചു. ഒരു സ്വർണ്ണപാത്രം വരുത്തി കൗസല്യയും കൈകേയിയും താങ്കളുടെ ഓഹരിയിൽ നിന്നും ഓരോ ഭാഗം അതിലൊഴിച്ചു. 3 ആളും ഒന്നിച്ചിരുന്ന് ക്ഷേത്രത്തിൽ നിന്ന് പായസം കഴിക്കാൻ സൗകര്യമാക്കി. ഋഷ്യശൃംഗൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവാക്യം ഉച്ചരിക്കുമ്പോൾ ബാക്കി ഗുരുഭൂതന്മാരും പണ്ഡിതന്മാരും ശുഭമായ വേദമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ രാജ്ഞിമാർ പായസം കഴിച്ചു. അനന്തരം അവർ തീർത്ഥം പാനം ചെയ്ത് പൂജാപീഠത്തിനു മുമ്പിൽ പ്രണാമം ചെയ്ത് ഋഷ്യശൃംഗൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ച് സ്വന്തം കൊട്ടാരത്തിലേക്ക് പോയി. കാലചക്രം ഉരുണ്ടു നീങ്ങി. രാജ്ഞിമാർ ഗർഭവതികളാണെന്ന വാർത്ത ജനങ്ങളിടയിൽ പരന്നു. രാജ്ഞിമാരുടെ ശരീരത്തിന് തിളക്കം കൂടി. 10 മാസം തികഞ്ഞു. തോഴിമാരും ആയമാരും ആ സന്തോഷകരമായ സംഭവത്തെ കാത്തിരുന്നു. രാജ്ഞിമാരെ വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ചു പോന്നു. അതിനിടയ്ക്ക് കൗസല്യയ്ക്ക് പ്രസവ വേദനയുണ്ടെന്നവർ അറിഞ്ഞു. അവർ കൊട്ടാരത്തിലേക്ക് തിരക്കിട്ട് ചെന്നു. വഴിക്ക് വെച്ച് തന്നെ കൗസല്യ ഒരു രാജകുമാരനെ പ്രസവിച്ചു എന്ന വിവരം അവർക്കറിയാൻ കഴിഞ്ഞു. 2ാം ദിവസം കൈകേയിയും ഒരു പുത്രനെ പ്രസവിച്ചു. ഈ സന്തോഷവാർത്ത അന്തഃപുരത്തെ മുഴുവനും ആനന്ദപൂർണ്ണമാക്കി. പിറ്റേന്ന് സുമിത്രയ്ക്ക് പേറ്റുന്നുണ്ടായി. അവർ 2 പുത്രന്മാരെ പ്രസവിച്ചു. എവിടെ നോക്കിയാലും ശുഭലക്ഷണങ്ങളെ കാണാനുണ്ടായിരുന്നുള്ളൂ. ഈ വാർത്ത സർവർക്കും അമേയമായ ആനന്ദം നൽകി.
ഭൂമി പച്ച പുതച്ചു, വൃക്ഷങ്ങൾ നിറയെ പൂത്തു, അന്തരീക്ഷത്തിൽ സംഗീതം നിറഞ്ഞു, മേഘങ്ങൾ സുഗന്ധവർഷ ബിന്ദുക്കൾ ചൊരിഞ്ഞു. പക്ഷേ അത് ആ ദിവ്യ ശിശുക്കൾ വസിക്കുന്ന മന്ദിരത്തിനു മേൽഭാഗത്തു മാത്രമായിരുന്നു. ദശരഥൻ്റെ ആനന്ദത്തിന് അതിരുണ്ടായിരുന്നില്ല. വർഷങ്ങളോളം ഒരു കുഞ്ഞും പിറക്കാത്ത മനോവേദനയിൽ ആമഗ്നായി കഴിഞ്ഞിരുന്ന ദശരഥന് 4 പുത്രന്മാരുടെ ജനനം അവർണ്ണനീയമായ സംതൃപ്തിയും സന്തോഷവും നൽകി. രാജാവ് ബ്രാഹ്മണർക്ക് സ്വർണം, പശുക്കൾ, ഭൂമി എന്നിവ കണക്കില്ലാതെ കൊടുത്തു. ദരിദ്രർക്കിടയിൽ ധാരാളം പണവും വസ്ത്രങ്ങളും വിതരണം ചെയ്യാൻ ഏർപ്പാട് ചെയ്തു. വീടില്ലാത്തവർക്ക് സൗജന്യമായി വീടുകൾ ദാനം ചെയ്തു. വിശന്നു വലയുന്നവർക്ക് ഭക്ഷണം കൊടുത്തു. എവിടെ നോക്കിയാലും ജനങ്ങൾ ഈ സന്തോഷ സംഭവത്തെ സംബന്ധിച്ച് ആർപ്പു വിളിക്കുന്നതായും ജയഘോഷം മുഴക്കുന്നതായും കാണപ്പെട്ടു. പ്രജകൾ വലിയ സമ്മേളനങ്ങൾ കൂടി. അവർക്കുണ്ടായിരുന്ന ആനന്ദം സംഗീതത്തിലും നൃത്തത്തിലും പ്രദർശിപ്പിച്ചു. നമുക്കിപ്പോൾ രാജവംശത്തിൽ രാജകുമാരന്മാരുണ്ട്, അവർ അഭിമാനപൂർവ്വം പറഞ്ഞു. അവർക്ക് കുഞ്ഞ് ജനിച്ചപ്പോഴുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം ഇപ്പോഴാണ് ഉണ്ടായത്. ഈ അനുഗ്രഹത്തിന് സ്ത്രീകൾ ഈശ്വരന് ആരാധന നടത്തി കൃതജ്ഞത പ്രകാശിപ്പിച്ചു. കാരണം തങ്ങളുടെ രാജാവിന് പുത്രന്മാരുണ്ടായത് ഈശ്വര കാരുണ്യം കൊണ്ട് മാത്രമായിരുന്നുവെന്ന് അവർക്കറിയാമായിരുന്നു. ദശരഥൻ കുലഗുരുവായ വസിഷ്ഠനെ രാജധാനിയിൽ വരുത്തി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം പണ്ഡിതനായ ജ്യോതിഷിയെ കൊണ്ട് കുട്ടികളുടെ ജാതകം എഴുതിച്ചു. കൗസല്യയ്ക്ക് കുട്ടി പിറന്നത് ഏറ്റവും ശുഭമായ കാലത്താണെന്ന് അവർ അറിയിച്ചു. ഉത്തരായണം ചൈത്രമാസം വെളുത്തപക്ഷം 9-ാം ദിവസം പുനർവസു നക്ഷത്രം തിങ്കളാഴ്ച സിംഹലഗ്നം അഭിജിത്ത് കാലം. ലോകരെല്ലാവരും സുഖവിശ്രമം കൊള്ളുന്ന മിതശീതോഷ്ണ കാലാവസ്ഥയാണ് അഭിജിത്ത് കാലം. കൈകേയിയുടെ പുത്രൻ അടുത്ത ദിവസം പിറന്നു. ചൈത്രം ശുക്ലപക്ഷം 10-ാം ദിവസം ചൊവ്വാഴ്ച ഗണ്ഡയോഗം. 3-ാം ദിവസം സുമിത്ര 2 കുട്ടികളെ പ്രസവിച്ചു. ചൈത്രം ശുക്ലപക്ഷം 11-ാം തീയതി ആശ്ലേഷ നക്ഷത്രം വൃദ്ധിയോഗം. ഈ വസ്തുതകളെല്ലാം ജ്യോതിഷിയെ അറിയിച്ചു. ജാതകം ശാസ്ത്രവിധി പ്രകാരം എഴുതി അതിലെ ഫലങ്ങൾ രാജാവിനെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കുട്ടികളുടെ നാമകരണ കർമ്മം നിർവഹിക്കാനുള്ള ശുഭമുഹൂർത്തം നിശ്ചയിക്കണമെന്ന് രാജാവ് വസിഷ്ഠനോട് അപേക്ഷിച്ചു. കുലഗുരു കുറേ നിമിഷങ്ങൾ ധ്യാനനിഷ്ഠനായി യൗകിക ദർശനങ്ങൾ മഹർഷി ഭാവി വർഷങ്ങളെ കണ്ട ആ ദർശനത്തിൽ നിന്നും ഉണർന്ന് അദ്ദേഹം പറഞ്ഞു, മഹാരാജാവേ, അങ്ങയുടെ മക്കൾ സാധാരണ മനുഷ്യരല്ല, അവർ നിപുണന്മാരാണ്. അവർക്ക് പല പേരുകളുണ്ട്. അവർ മർത്യരല്ല, അവർ മനുഷ്യരൂപം അവലംബിച്ച ദിവ്യ ശിശുക്കളാണ്, ദിവ്യ ശക്തികളാണവർ. അവർ ദിവ്യമായ വ്യക്തിത്വമുള്ളവരാണ്. ലോകത്തിൻ്റെ മഹാഭാഗ്യം ഹേതുവായാണ് അവർ പൂജാതരായത്. ആ ദിവ്യശക്തികളുടെ നാമകരണ കർമ്മം ഞാൻ നിർവഹിക്കണം എന്ന് വന്നത് മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. അമ്മമാർ 3, പക്ഷേ അച്ഛനൊന്ന്. അതുകൊണ്ട് കൗസല്യയുടെ പ്രസവം മുതൽ 10 ദിവസം ബാലായ്മ, അതായത് അശുദ്ധമായി കരുതണം. അങ്ങനെ കൗസല്യപുത്രൻ്റെ പിറവിക്ക് ശേഷം 11-ാം ദിവസം നാമകരണ കർമ്മത്തിന് ശുഭസമയമെന്ന് വസിഷ്ഠൻ പറഞ്ഞു. ഈ സൗജന്യത്തിന് നന്ദി പ്രകാശനം എന്ന നിലയിൽ രാജാവ് വസിഷ്ഠൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. കുലഗുരു ആശ്രമത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. ജ്യോതിഷിയും ആ ദിവസം അംഗീകരിച്ചു. കർമ്മത്തിന് ഒരുക്കി വയ്ക്കേണ്ട സാധനങ്ങളുടെ പട്ടിക തയ്യാറാക്കി. അദ്ദേഹം അത് പ്രധാന പുരോഹിതൻ്റെ കയ്യിൽ കൊടുത്തു. രാജാവ് നൽകിയ സമ്മാനങ്ങളുടെ ഭാണ്ഡവുമായി അദ്ദേഹം യാത്രയായി. ദശരഥൻ ഈ ആഘോഷത്തിന് ക്ഷണപത്രം എഴുതിച്ചു. സാമ്രാജ്യത്തിലുടനീളമുള്ള സാമന്ത രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, രാജസദസ്സിലെ അംഗങ്ങൾ, തപസ്വികൾ, പണ്ഡിതന്മാർ എന്നിവർക്കെല്ലാം അവരുടെ പദവിക്കും അന്തസ്സിനും അനുസരിച്ച് ക്ഷണപത്രം മേൽവിലാസം എഴുതി അയച്ചു. മന്ത്രിമാരോ കൊട്ടാരം പണ്ഡിതന്മാരോ ഉദ്യോഗസ്ഥന്മാരോ ബ്രാഹ്മണരോ ആയിരുന്നു ഈ ക്ഷണപത്രങ്ങൾ കൊണ്ടുപോയത്. ക്ഷണിക്കപ്പെട്ടവരുടെ സ്ഥിതിക്കും അന്തസ്സിനും അനുസരിച്ചായിരുന്നു ആളെ അയച്ചിരുന്നത്. 10 ദിവസം കഴിഞ്ഞു. അയോധ്യ നഗരം അതികമനീയമായി അലങ്കരിക്കപ്പെട്ടു. അത് നയനാനന്ദകരമായി പ്രശോഭിതമായി. സ്വർഗത്തിലെ ദൈവദൂതന്മാർ പാടുകയാണോ എന്ന് ജനങ്ങൾ അത്ഭുതപ്പെടുമാറ് സംഗീതത്തിൻ്റെ മാധുര്യം അന്തരീക്ഷത്തിൽ നിറഞ്ഞ് രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലും പരന്നു. തെരുവീഥികളിൽ
പരിമളദ്രവ്യം കുടഞ്ഞു. നഗരം സന്ദർശകരെ കൊണ്ട് നിറഞ്ഞു വഴിഞ്ഞു. തപസ്സികൾക്കും പരിജനങ്ങൾക്കും കൊട്ടാരങ്ങളിൽ പ്രവേശിക്കാമായിരുന്നു. മറ്റുള്ളവർക്കാർക്കും അതിനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ളവർക്കും പ്രത്യേകം വസതികൾ ഏർപ്പെടുത്തിയിരുന്നു. അതിഥികളും മറ്റ് ക്ഷണിക്കപ്പെട്ടവരെയും സ്വീകരിക്കുന്നതിനായി രാജധാനികളുടെ അങ്കണത്തിൽ പന്തലുകൾ സൗകര്യപ്പെടുത്തിയിരുന്നു. അവർക്കെല്ലാം നാമകരണത്തിൻ്റെ ചടങ്ങുകൾ ഒന്നും വിട്ടുപോവാതെ നോക്കിക്കാണാൻ സാധിക്കുന്ന വിധം അവരെ യഥായോഗ്യം ഇരുത്തി. ഉടനെ രാജാവിൻ്റെ സഭാമണ്ഡപത്തിൽ നിന്നും സംഗീതമുയർന്നു. ബ്രാഹ്മണരുടെ വേദോച്ചാരണവും കേൾക്കാമായിരുന്നു. മനോജ്ഞമായി അലങ്കൃതമായ ഹാളിൽ 3 രാജ്ഞിമാരും മക്കളെയും എടുത്തുകൊണ്ട് കടന്നു വന്നു. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നീ ത്രിമൂർത്തികളെ എടുത്തുകൊണ്ട് പോകുന്ന ദിവ്യമാതാക്കളെ പോലെ അവർ പ്രശോഭിച്ചു. അവരുടെ മുഖങ്ങളിൽ പ്രകാശിച്ചിരുന്ന ആനന്ദവും തേജസ്സും വർണ്ണനാതീതമായിരുന്നു. മാതാക്കൾ കടന്നു വരുന്നത് കണ്ടപ്പോൾ ജനങ്ങളിൽ നിന്നും ജയാരവം ഉയർന്നു. സ്ത്രീകൾ അവരുടെ മുമ്പിൽ മംഗളദീപം ഒഴിഞ്ഞു. അവർക്ക് പ്രത്യേകമായ ഇരിപ്പിടങ്ങൾ സൗകര്യപ്പെടുത്തിയിരുന്നു. കൗസല്യ ആദ്യം ആസനസ്ഥയായി, പിന്നീട് സുമിത്രയും കൈകേയിയും ഇരുന്നു. ദശരഥ ചക്രവർത്തി കൗസല്യയുടെ വലതുവശത്തായി ഇരിപ്പുറപ്പിച്ചു. ബ്രാഹ്മണർ വിശദാംശങ്ങളിൽ അർഹമായ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് നാമകരണ കർമ്മം ആരംഭിച്ചു. ഉചിതമായ മന്ത്രോച്ചാരണത്തോടുകൂടി അവർ പവിത്രമായ അഗ്നി ജ്വലിപ്പിച്ചു. അതിൽ നൈവേദ്യങ്ങൾ അർപ്പിച്ചു. സ്വർണ്ണത്തളികളിൽ നെൽമണികൾ ചൊരിഞ്ഞു. അതിന്മേൽ പട്ടുവസ്ത്രം വിരിച്ചു. അനന്തരം അമ്മമാർ ശിശുക്കളെ ആ പട്ടുവസ്ത്രത്തിൽ വച്ചു. കൗസല്യപുത്രൻ തനിക്കെത്രയോ പരിചിതൻ എന്ന പോലെ വസിഷ്ഠനെ തുറിച്ചു നോക്കി. അദ്ദേഹത്തിൻ്റെ സഖ്യം ഇഷ്ടപ്പെട്ടും പോലെ അവൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ സമീപത്തിൽ വളരെ ഔത്സുക്യം കാണിക്കുകയും ചെയ്തു. ഇത് കണ്ട വസിഷ്ഠൻ ആനന്ദം കൊണ്ട് മതിമറന്നു. അദ്ദേഹം ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. അദ്ദേഹത്തിന് പലവിരു കണ്ണു തുടയ്ക്കേണ്ടി വന്നു. വളരെ പ്രയാസപ്പെട്ട അദ്ദേഹം ആത്മനിയന്ത്രണം സാധിച്ചത്. അനന്തരം കുറച്ചു നെന്മണികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, രാജാവേ, കൗസല്യയുടെ ആനന്ദം വർദ്ധിപ്പിക്കാനായി ജനിച്ച പുത്രൻ മനുഷ്യ സമുദായത്തിന് മുഴുവനും ആനന്ദം പ്രദാനം ചെയ്യും. അവൻ്റെ പ്രവൃത്തികൾ കൊണ്ട് സർവർക്കും സമാശ്വാസവും സംതൃപ്തിയും ആനന്ദവും സുഖവും ഉണ്ടാകും. യോഗികളും സാധകരും അന്വേഷകന്മാരും അവനിൽ ആനന്ദത്തിൻ്റെ വലിയ ഉറവിടം കാണും. അതുകൊണ്ട് ഈ നിമിഷം മുതൽ അവൻ്റെ പേര് രാമൻ എന്നായിരിക്കും. രാമൻ എന്നാൽ രമിപ്പിക്കുന്നവൻ. മഹർഷിമാർ ഈ നാമത്തെ ഉചിതവും അർത്ഥവത്തും എന്ന നിലയിൽ സ്വാഗതം ചെയ്തു. അവർ സാഹ്ലാദം ഭേഷ് ഭേഷ് എന്ന് പറഞ്ഞു പുകഴ്ത്തി. അനന്തരം വസിഷ്ഠൻ സുമിത്രയുടെ ഇരട്ട പെറ്റ കുട്ടികളെ നോക്കി, മൂത്തവൻ വീരനും യുദ്ധവിദഗ്ധനും സമ്പന്നവുമാണ്. മഹർഷിക്ക് മനസ്സിലായി. വിഷ്ണുവിൻ്റെയും പത്നിയായ മഹാലക്ഷ്മിയുടെയും സേവനത്തിൽ അവൻ ആഹ്ലാദം കൊള്ളുന്നു. മഹർഷി പറഞ്ഞു, ആ സേവനം അവന് ജീവശ്വാസം പോലെയുള്ളതാണ്. അദ്ദേഹം കണ്ടു. അതുകൊണ്ട് അവന് ലക്ഷ്മണൻ എന്ന പേര് തിരഞ്ഞെടുത്തു. അവൻ്റെ അനുജൻ ശത്രു സംഹാരത്തിൽ അദൃഷ്ടപ്രഭാവനാണെന്നും ജ്യേഷ്ഠന്മാരുടെ കാലടികളെ സത്യസന്ധമായി പിന്തുടരുന്നവനാണെന്നും കണ്ടു. അതുകൊണ്ട് മഹർഷി ശത്രുഘ്നൻ എന്ന് നാമകരണം ചെയ്തു. അവസാനമായി കൈകേയിയുടെ ആനന്ദത്തിനുറവിടമായ ശിശുവിനെ നോക്കി, ആ കുട്ടി ഹൃദയങ്ങളിൽ സ്നേഹവും ആനന്ദവും നിറയ്ക്കും. അവിശ്വസനീയമായ വിധം ധർമാചരണം ചെയ്തുകൊണ്ട് അവൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തും. സ്വന്തം പ്രജകളെ കരുണാർദ്രവും സ്നേഹപൂർണവുമായ വിധം ഭരിക്കും. അതിനാൽ അദ്ദേഹം അവന് ഭരതൻ എന്ന് നാമകരണം ചെയ്തു. കുട്ടികളുടെ പ്രഭാപൂർണമായ ഭാവിയെ സംബന്ധിച്ച് കുലഗുരു വിസ്തരിച്ചു പറഞ്ഞു കേട്ടപ്പോൾ ജനങ്ങൾ വളരെ സന്തോഷിച്ചു. അവർക്ക് രാജകുമാരനോട് അകം നിറഞ്ഞ സ്നേഹമുണ്ടായിരുന്നു. അവർ അന്നു മുതൽ കുട്ടികളെ രാമൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഭരതൻ എന്നീ പേരുകൾ വിളിച്ചു വന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും രാജാവ് വിപുലമായ രീതിയിൽ വിരുന്നൊരുക്കിയിരുന്നു. വന്നവരെയെല്ലാം അദ്ദേഹം ആനന്ദപൂർണരാക്കി. ഓരോരുത്തർക്കും സ്വന്തം അന്തസ്സിനുചിതമായ വിധം ആതിഥ്യം നൽകി, സമ്മാനങ്ങളും നൽകി. ധർമ്മമായും വൈദികാചരണ സംബന്ധമായ ചടങ്ങുകൾ എന്ന നിലയിൽ അദ്ദേഹം ധാരാളം ദാനങ്ങൾ ചെയ്തു. പാവങ്ങൾക്കും ആവശ്യക്കാർക്കും പശുക്കൾ, ഭൂമി, സ്വർണം മുതലായ വിലപ്പെട്ട വസ്തുക്കൾ വിതരണം ചെയ്തു.
അസംതൃപ്തരോ നിരാശരോ ആകാതിരിക്കത്തക്കവണ്ണം അദ്ദേഹം എല്ലാവരുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചു. നാമകരണ കർമ്മവും വിരുന്നും മറ്റ് ചടങ്ങുകളും സമാപിച്ചപ്പോൾ അവർ ഗൃഹങ്ങളിലേക്ക് മടങ്ങിക്കൊള്ളുവാൻ അദ്ദേഹം സമര്യാദം അനുവാദം നൽകി. മാതൃജനങ്ങളുടെ വാത്സല്യപൂർണമായ ശ്രദ്ധയിൽ കുട്ടികൾ വളർന്നു വന്നു. പക്ഷേ അസാധാരണമായ ഒരു കാര്യം ആദ്യമേ കണ്ടിരുന്നു. ലക്ഷ്മണൻ രാമനോടും ശത്രുഘ്നൻ ഭരതനോടും കൂടുതൽ അടുപ്പത്തോടുകൂടി പെരുമാറുന്നതായി അവർ മനസ്സിലാക്കി. പിറന്ന നാൾ മുതൽ ലക്ഷ്മണൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നു. ആയമാരും ദാസിമാരും തോഴിമാരും മറ്റുള്ളവരും പല പരിഹാരങ്ങളും ദോഷശമനക്രിയകളും ചെയ്തു നോക്കി. പക്ഷേ അവൻ്റെ അസ്വാസ്ഥ്യം ശമിപ്പിക്കാനോ കരച്ചിൽ നിർത്തുവാനോ ഒന്നുകൊണ്ടും ആർക്കും കഴിഞ്ഞില്ല. ശരീരത്തിനുള്ളിൽ വേദനയുണ്ടോ എന്ന് സംശയിച്ച് ഔഷധങ്ങൾ പ്രയോഗിച്ചു. എന്നിട്ടും ഫലമില്ല എന്ന് കണ്ടു. കുട്ടിയുടെ വേദന ഔഷധശക്തിക്ക് അതീതമാണെന്ന് സുമിത്രയ്ക്ക് മനസ്സിലായി. അവർ കുലഗുരു വസിഷ്ഠൻ്റെ അടുത്തേക്ക് ആളെ വിട്ടു. മഹർഷി വന്നപ്പോൾ രാജ്ഞി അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അവർ പറഞ്ഞു, സ്വാമി, ആ ലക്ഷ്മണൻ ജനിച്ച മുതലേ കരഞ്ഞു തുടങ്ങിയതാണ്. എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത എന്തോ ഒന്നിനു വേണ്ടി നിലവിളിക്കുകയാണ്. വൈദ്യന്മാർ പരിശോധിച്ചു. അവരുടെ നിർദ്ദേശപ്രകാരം ചികിത്സകളും നടത്തി. പക്ഷേ കരച്ചിൽ അനുദിനം വർദ്ധിച്ചു വരുന്നതേയുള്ളൂ. അവൻ പാല് കുടിക്കുക പോലും ചെയ്യുന്നില്ല. ഉറക്കമാണെങ്കിൽ അശേഷവുമില്ല. ഇങ്ങനെ പോയാൽ അവൻ എങ്ങനെ ആരോഗ്യത്തോടും ഊർജ്ജസ്വലതയോടും കൂടി വളരും? എന്ത് കാരണമാണ് അവൻ ഇങ്ങനെ കരയുന്നതെന്ന് സദയം എന്നോട് പറയാമോ? ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുഞ്ഞിനെ അനുഗ്രഹിച്ചാലും. വസിഷ്ഠൻ കുറേ നേരം ധ്യാന നിമഗ്നനായി. അനന്തരം കണ്ണു തുറന്നു. രാജ്ഞി, കുഞ്ഞിൻ്റെ വേദന ഒരു പ്രത്യേക തരത്തിൽപ്പെട്ടതാണ്. അത് മാറാൻ സാധാരണ മാർഗങ്ങളും മരുന്നുകളുമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. കുഞ്ഞിൻ്റെ പ്രശ്നം മനുഷ്യബുദ്ധിക്ക് മനസ്സിലാവില്ല. ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ. എന്നാൽ കുട്ടിയുടെ കരച്ചിൽ മാറും. മാത്രമല്ല സന്തുഷ്ടനാവുകയും ചെയ്യും. ഞാൻ പറയും പോലെ പ്രവർത്തിക്കുന്ന നിമിഷം മുതൽ കുട്ടി കരച്ചിൽ നിർത്തി സന്തോഷമായി കളിച്ചുകൊള്ളും. ലക്ഷ്മണനെ എടുത്ത് കൗസല്യാപുത്രനായ രാമൻ്റെ അടുക്കൽ കിടത്തു. അതാണ് സർവ്വരോഗ നിവാരണ ഔഷധം. അനന്തരം വസിഷ്ഠൻ അമ്മയുടെയും കുട്ടികളെയും അനുഗ്രഹിച്ച് സ്ഥലം വിട്ടു. അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം സുമിത്ര കുട്ടിയെ എടുത്ത് രാമൻ കിടക്കുന്ന തൊട്ടിലിനടുത്ത് കൊണ്ടുപോയി. തൻ്റെ കുട്ടിയെ സന്തുഷ്ടനാകുന്നതായിരുന്നു അവരുടെ ആഗ്രഹം. അവർ കുട്ടിയെ രാമൻ്റെ സമീപം കിടത്തി. ആ നിമിഷം മുതൽ അവൻ്റെ കരച്ചിൽ നിന്നു. ചിരിയും കളിയും തുടങ്ങി. ഈ മാറ്റം കണ്ട് അവർ വിസ്മയിച്ചു. ഇതൊരത്ഭുതമായി മനസ്സിലാക്കി. ഇതുവരെ അസ്വസ്ഥമായിരുന്ന ലക്ഷ്മണൻ ആനന്ദം കൊണ്ട് ഉറക്കെ കൊഞ്ചുവാൻ തുടങ്ങി. വെള്ളത്തിലേക്ക് വീണ്ടും എറിയപ്പെട്ട മത്സ്യങ്ങൾ ആഹ്ലാദപൂർവ്വം തെന്നി നീങ്ങുന്നത് പോലെ അവൻ കാലുകൾ ചവിട്ടിയിളക്കി, കൈകൾ സന്തോഷത്താൽ വീശി. അവൻ രാമൻ്റെ സന്നിധിയിലാണല്ലോ. രാമൻ ചൊരിഞ്ഞ കാരുണ്യത്തെപ്പറ്റി ബോധവാനായി ആനന്ദത്തിൽ ആമഗ്നനായി. ശത്രുഘ്നൻ്റെ കഥയും ഇതേ വിധമായിരുന്നു. അവൻ യാതൊന്നും കളിച്ചുമില്ല. എപ്പോഴും വിഷാദാത്മകമായി വളരെ അശക്തനും ക്ഷീണിതനുമായി കാണപ്പെട്ടു. കാര്യങ്ങൾ ഇത്രയുമായപ്പോൾ സുമിത്ര അസ്വസ്ഥയായി. അതുകൊണ്ട് അവർ കുലഗുരുവിനെ രാജധാനിയിലേക്ക് ക്ഷണിച്ചു വരുത്തി. അദ്ദേഹത്തോട് ഇതിൻ്റെ കാരണം അന്വേഷിച്ചു. വസിഷ്ഠൻ മന്ദഹസിച്ചു. അദ്ദേഹം പറഞ്ഞു, അമ്മേ, നിങ്ങളുടെ കുട്ടികൾ സാധാരണക്കാരല്ല. അവർ ഒരു ദിവ്യ നാടകം അഭിനയിക്കാൻ ജനിച്ചവരാണ്. ശത്രുഘ്നെ ഭരതനോടൊപ്പം കിടക്കയിൽ കിടത്തു. അപ്പോൾ കുട്ടി സന്തുഷ്ടനാകും. ഇക്കാര്യത്തിൽ ഇനി അസ്വസ്ഥമാകേണ്ടതില്ല. വസിഷ്ഠൻ അവരെ അനുഗ്രഹിച്ചു. സ്ഥലം വിട്ടു. സുമിത്ര മഹർഷിയുടെ നിർദ്ദേശങ്ങൾ ഉടൻ തന്നെ നടപ്പിലാക്കി. അനന്തരം ശത്രുഘ്നെ ഭരതൻ്റെ കൂടെ തന്നെ സമയം കഴിച്ചു. 2 കുട്ടികളും അതിരറ്റ ആനന്ദത്തിൽ കഴിച്ചുകൂട്ടി. അവരുടെ പുരോഗതി അളവറ്റതായിരുന്നു. ആദിത്യന്റെ തേജസ് പോലെ അവർ ബുദ്ധിയിലും പ്രഭാവത്തിലും അതിവേഗം വളർന്നു വന്നു. സുമിത്രയ്ക്ക് തൻ്റെ 2 കുട്ടികൾക്കും വേണ്ടി പ്രത്യേകമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. എന്നാൽ അവർ സ്വന്തം ജീവനെ പോലെ ആ കുട്ടികളെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് കുറേ സമയം കൗസല്യയുടെ കൂടെയും പിന്നെ കൈകേയിയുടെ കൂടെയും ചിലവഴിച്ചു.
കുട്ടികളെ ലാളിച്ചും അവരുടെ ആവശ്യങ്ങൾ ശ്രദ്ധിച്ചും കഴിച്ചുകൂട്ടി. അവർ ഒരു കൊട്ടാരത്തിൽ നിന്നും മറ്റൊരു കൊട്ടാരത്തിലേക്ക് നീങ്ങി. കുട്ടികളുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ഒരു തോഴി എന്ന വിധം പ്രവർത്തിച്ചു. ഞാൻ അവരുടെ മാതൃത്വം പുലർത്താൻ വിധിക്കപ്പെട്ടവളല്ല. അവർ ചിലപ്പോൾ ഏകാന്തതയിൽ വേദനിച്ചു. തൻ്റെ കുട്ടികൾ തന്നോടൊപ്പമല്ലാതെ മറ്റു കുട്ടികളുടെ മാതാക്കളോടൊപ്പം സുഖമായി കഴിഞ്ഞുകൂടുന്ന അസാധാരണമായ സ്ഥിതിവിശേഷം എങ്ങനെയുണ്ടായി എന്നവർ പലപ്പോഴും അത്ഭുതപ്പെട്ടു. ഒടുവിൽ അവർ കുലഗുരുവിനെ സന്ദർശിച്ച് തൻ്റെ ഉത്കണ്ഠയ്ക്ക് പരിഹാരം കാണണം എന്നപേക്ഷിച്ചു. മഹർഷി അതിൻ്റെ ശരിയായ കാരണം വെളിപ്പെടുത്തി. അമ്മേ, ലക്ഷ്മണൻ രാമൻ്റെ ഭാഗമാണ്, ശത്രുഘ്നൻ ഭരതൻ്റെ ഭാഗവും. ഈ വാക്കുകൾ അദ്ദേഹത്തിൽ നിന്നും പുറപ്പെട്ടതോടുകൂടി അവർ സാഹോദം പറഞ്ഞു. അതെ, എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ അങ്ങയിൽ നിന്നും ആ സത്യം മനസ്സിലാക്കിയതിൽ സന്തോഷിക്കുന്നു. അവർ വസിഷ്ഠൻ്റെ പാദങ്ങൾ നമസ്കരിച്ച് അന്തഃപുരത്തിലേക്ക് പോയി. അവർ സ്വയം പറഞ്ഞു, ആ ദിവ്യ പുരുഷനിൽ നിന്ന് ലഭിച്ച അമൂല്യമായ പായസങ്ങൾ എൻ്റെ ഓഹരി ഗരുഡൻ വന്ന് കൊക്കിലാക്കി കൊണ്ട് പറന്നുപോയപ്പോൾ എൻ്റെ ഉദാസീനതയിൽ രാജാവ് കഠിനമായി അമർഷം കൊള്ളുമെന്ന് ഭയന്നതിനാൽ കൗസല്യയെയും കൈകേയിയെയും ഈ അപകട സംഭവം അറിയിച്ചു. കൗസല്യ അവരുടെ പാത്രത്തിൽ നിന്നും കൈകേയി അവരുടെ പാത്രത്തിൽ നിന്നും ഓരോ ഭാഗം എനിക്ക് തന്നു. ആ 2 ഓഹരിയും കഴിച്ച് എനിക്ക് മാത്രം ഇരട്ട സന്താനങ്ങളുണ്ടായി. ഓ ഈശ്വരേച്ഛ ദുർഗ്രാഹ്യം തന്നെ. ഈശ്വരൻ്റെ മഹത്വവും ശക്തിയും അറിയാൻ ആർക്കും സാധ്യമല്ല. അവിടുത്തെ തീരുമാനം മാറ്റാൻ ആർക്ക് കഴിയും? അതെ, അവൾ സ്വയം സമാശ്വസിച്ചു. ഞാൻ 9 മാസം അവരെ വഹിച്ചു, പ്രസവവേദന സഹിച്ചു. എന്നാൽ അവരുടെ ശരിയായ മാതാക്കൾ കൗസല്യയും കൈകേയിയുമാണ്, യാതൊരു സംശയമില്ല. ഈ വിശ്വാസത്തിൽ അവർ ഉറച്ചു നിന്നു. സന്തോഷപൂർവ്വം തൻ്റെ കുട്ടികളെ കൗസല്യയെയും കൈകേയിയെയും ഏൽപ്പിക്കുകയും ചെയ്തു. അവരെ ഓമനിക്കുന്നതിലും പോറ്റി വളർത്തുന്നതിലും അവരോടൊന്നിച്ചു കൂടുകയും ചെയ്തു. തോഴിമാരും അവർക്ക് പുറമെ രാജകുടുംബത്തിലെ ബന്ധുക്കളും കളിക്കുന്ന കുട്ടികളെ നോക്കി നിന്ന് അതിയായ ആനന്ദം അനുഭവിച്ചു. അവരൊക്കെ പോയി കഴിയുമ്പോൾ കുട്ടികൾക്ക് ദൃഷ്ടിദോഷം തട്ടാതിരിക്കാൻ വേണ്ടത് ചെയ്യണമെന്ന് കൗസല്യ നിർബന്ധിക്കുക പതിവായിരുന്നു. പകലവസാനിച്ചതും രാവ് കഴിഞ്ഞതും പ്രഭാതമായതും ഒന്നും തന്നെ അറിയില്ലാത്ത വിധം കൗസല്യ എപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ നിമഗ്നയായി. ഒരു നിമിഷത്തിൻ്റെ അംശം സമയത്തേക്ക് പോലും അവരെ തൻ്റെ ദൃഷ്ടിയിൽ നിന്നും വിടാൻ അവർക്ക് കഴിഞ്ഞില്ല. കുളിക്കുമ്പോഴോ അമ്പലത്തിൽ ആരാധനയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴോ ഒക്കെയും അവരുടെ മനസ്സ് കുട്ടികളിൽ തന്നെയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ക്ഷണത്തിൽ അവർ കുട്ടികളുടെ അടുത്തേക്ക് എത്തുകയും ചെയ്യും. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനായി കൗസല്യ സ്വന്തം ജോലികൾ തിരക്കിട്ട് ചെയ്തു തീർത്തിരുന്നു. ഒരു ദിവസം അവർ രാമനെയും ലക്ഷ്മണനെയും കുളിപ്പിച്ചു. അവരുടെ ചുരുളൻ മുടി ഉണങ്ങാനും സുഗന്ധിയാവാനും പരിമളധൂമം കൊള്ളിച്ചു. അവരെ കനകത്തൊട്ടിലിൽ കിടത്തി മധുരമായി ഉറക്കുപാട്ട് പാടി ആട്ടി ഉറക്കി. അവർ ഉറങ്ങിക്കഴിഞ്ഞു എന്ന് കണ്ട ശേഷം തോഴികളെ കാവലിരുത്തി സ്വന്തം മുറിയിലേക്ക് പോയി. ആരാധനയ്ക്കായി ദിവസേന ചെയ്യാറുള്ളതുപോലെ നൈവേദ്യം തയ്യാറാക്കി സ്വർണ്ണപാത്രത്തിലാക്കി കൊണ്ടുപോയി ആരാധനമൂർത്തിക്ക് സമർപ്പിച്ചു. കുറച്ചു കഴിഞ്ഞ് അവർ പാത്രം തിരികെ എടുക്കാനും നൈവേദ്യത്തിൻ്റെ സ്വല്പം കുട്ടികൾക്ക് കൊടുക്കാനും വേണ്ടി കോവിലേക്ക് ചെന്നു. അവിടെ കണ്ട കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി. ശ്രീകോവിലിൽ പൂജാപീഠത്തിൻ്റെ മുമ്പിൽ നിലത്തിരുന്ന രാമൻ അവർ ആരാധനാമൂർത്തിക്ക് അർപ്പിക്കുന്ന നൈവേദ്യം സുഖമായി കഴിക്കുന്നു. വിശ്വസിക്കുവാൻ അവർക്ക് ആദ്യം കഴിഞ്ഞില്ല. കൗസല്യ അത്ഭുതപ്പെട്ടു. ഞാൻ എന്താണ് ഈ കാണുന്നത്? എൻ്റെ കണ്ണുകൾ എന്നെ വഞ്ചിക്കുകയാണോ? ഇത് സത്യമാണോ? ഇത് സത്യമാകുമോ? തൊട്ടിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന കുട്ടി എങ്ങനെ കോവിലിലെത്തി? അവരെ എവിടെ കൊണ്ടുവന്നത് ആരാ? അവർ തൊട്ടിലിനടുത്തേക്ക് ഓടിച്ചെന്ന് നോക്കി. അവിടെ രാമൻ സുഷുപ്തി കൊള്ളുന്നത് കണ്ടു. ഇത് തൻ്റെ മതിഭ്രമമാണെന്ന് അവർ സ്വയം വിശ്വസിച്ചു. വിഗ്രഹത്തിനു മുമ്പാകെ വച്ചിരുന്ന പായസപാത്രം അവിടെ നിന്നും എടുത്തു മാറ്റാനായി അവർ വീണ്ടും കോവിലിലേക്ക് ചെന്നു. അപ്പോൾ പാത്രം ശൂന്യമായി കണ്ടു. ഇതെങ്ങനെ സംഭവിക്കും? കൗസല്യ ആശ്ചര്യപ്പെട്ടു. കോവിലിൽ കുട്ടിയെ കാണുക കണ്ണിൻ്റെ ജാലമാകാം, പക്ഷേ പാത്രം ഒഴിഞ്ഞു കണ്ടതോ അതും എങ്ങനെ ഒരു മായാജാലമാകും? അങ്ങനെ അത്ഭുതത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ഇടയിൽപ്പെട്ട് അവർ ഞെരുങ്ങി. പായസത്തിൻ്റെ അംശങ്ങളടങ്ങിയ പാത്രം എടുത്തുകൊണ്ട് അവർ തൊട്ടിലിന് സമീപം ക്ഷണത്തിലെത്തി. കുട്ടികളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടു നിന്നു. രാമൻ എന്തോ നാവിൽ നിന്നും
ഉരുട്ടിക്കൊണ്ടിരിക്കുന്നതും അതിൻ്റെ രുചി വ്യക്തതയും ആസ്വദിക്കുന്നതും അവർക്ക് കാണാൻ കഴിഞ്ഞു. അവർ വിസ്മിതയായി അവൻ്റെ മുഖം തന്നെ നോക്കി നിന്നു. അപ്പോൾ അഹോ, പ്രപഞ്ചം മുഴുവനും അവിടെ ഭ്രമണം ചെയ്യുന്നതായി അവർ കണ്ടു. അവർക്ക് തന്നെ പറ്റിയും പരിസരത്തെ പറ്റിയുള്ള ബോധം നശിച്ചു. മുമ്പിൽ വെളിപ്പെട്ട അതുല്യമായ വിശാല ദൃശ്യത്തിലേക്ക് അമ്പരന്ന ദൃഷ്ടികളോടുകൂടി തുറിച്ചു നോക്കിക്കൊണ്ട് അവർ സ്തംഭിച്ചു നിന്നുപോയി. അവരുടെ പെരുമാറ്റത്തിൽ തോഴികൾ സ്തബ്ധരായി. അവർ ഉത്കണ്ഠ കൊണ്ട് നിലവിളിച്ചു പോയി. പക്ഷേ കൗസല്യ അവരുടെ ശബ്ദം കേട്ടതേയില്ല. ഒരു തോഴി അവരുടെ കാലടി പിടിച്ച് പരിസരബോധം ഉണ്ടാകുന്നതുവരെ കുലുക്കി. നിമിഷ നേരം കൊണ്ട് ഒരു വിറയലോടുകൂടി അവർക്ക് ബോധം വന്നു. അവർ തോഴികളെ ചുറ്റും കണ്ട് അത്ഭുതസ്തബ്ധയായി കട്ടിലിരുന്നു. തോഴികളുടെ നേരെ തിരിഞ്ഞ് അവർ ചോദിച്ചു, നിങ്ങൾ കുട്ടിയെ കണ്ടുവോ? അവർ മറുപടി പറഞ്ഞു, ഉവ്വ്, ഞങ്ങൾ വളരെ നേരമായി ഇവിടെ. ഞങ്ങളുടെ ദൃഷ്ടി കുഞ്ഞിൽ നിന്നും മാറ്റിയിട്ടേയില്ല. കൗസല്യ ഉത്കണ്ഠാപൂർവ്വം അന്വേഷിച്ചു, നിങ്ങൾ അവനിൽ വല്ല മാറ്റവും കണ്ടോ? അവർ പറഞ്ഞു, കുട്ടി ഗാഢനിദ്രയിലാണ്. ദേവി അത് കാണുന്നില്ലേ? കൗസല്യയ്ക്ക് അപ്പോൾ അതൊരു സ്വന്തം പ്രശ്നമായി. താൻ കണ്ടത് മതിഭ്രമായിരുന്നുവോ അല്ല വാസ്തവമോ? സത്യമാണെങ്കിൽ എന്തുകൊണ്ട് ഈ തോഴികൾ അത് കണ്ടില്ല? അവർ വളരെ നേരം അതിനെപ്പറ്റി ചിന്തിച്ചു. ഒടുവിൽ സ്വയം ആശ്വസിച്ചു. കുട്ടികൾ ഈശ്വര കാരുണ്യത്തിൻ്റെ ഫലമായി ജനിച്ചവരാകയാൽ അവരിൽ നിന്നും ദിവ്യമായ പ്രകടനം മാത്രമേ പ്രതീക്ഷിക്കാവൂ. അവർ കുട്ടികളെ പരിചരിച്ചു. അഗാധവും മാതൃനിശിഷവുമായ വ്യഗ്രതയോടെ ഭക്ഷണം കൊടുത്തു വളർത്തി. അവർ ശുക്ലപക്ഷത്തിലെ ചന്ദ്രനെ പോലെ കൂടുതൽ തേജസ്വികളായി അനുദിനം വളർന്നു വന്നു. മാതാക്കൾ വാത്സല്യത്തോടുകൂടി അവരെ ഓമനിച്ചു. വിശേഷപ്പെട്ട പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും കുട്ടികളെ അണിയിച്ചു. അവരുടെ അസാധാരണമായ സൗന്ദര്യം കണ്ട് മാതാക്കൾ അമേയമായ ആനന്ദം അനുഭവിച്ചു. രാമൻ്റെ ശൈശവം വളരെ സരളമായിരുന്നു. എങ്കിലും അവൻ്റെ ജീവിതത്തിലെ ഉദാത്തമായ ഭാഗമായിരുന്നു അത്. പലപ്പോഴും കൗസല്യ രാമൻ തൻ്റെ പുത്രനാണെന്ന കഥ വിസ്മരിച്ച് കുഞ്ഞു പാദങ്ങളിൽ നമസ്കരിച്ചു. അവൻ ദിവ്യനാണെന്നറിഞ്ഞുകൊണ്ട് അവൻ്റെ മുമ്പിൽ കൈകൂപ്പി നിന്നു. പൊടുന്നനെ തൻ്റെ സ്വന്തം കുട്ടിയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നത് ജനങ്ങൾ കണ്ടാൽ എന്തു പറയും എന്ന് ഭയന്നു. അവരുടെ ഈ കുഴപ്പം മറച്ചുവയ്ക്കാൻ അവർ മേലോട്ട് നോക്കി ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു, പ്രഭു, എൻ്റെ കുഞ്ഞിനെ ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും രക്ഷിക്കണേ. ആ ദിവ്യ ശിശുവിനെ ധ്യാനിച്ചുകൊണ്ട് അവർ കണ്ണടച്ചു. മായയിലുള്ള വിഭ്രാന്തി മൂലം താൻ തൻ്റെ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കരുതേ എന്ന് ഈശ്വരനോട് യാചിച്ചു. രാമൻ്റെ മുഖത്ത് പ്രകാശത്തിൻ്റെ പരിവേഷം കണ്ടവർ അത്ഭുതപ്പെട്ടു. തൻ്റെ അനുഭവങ്ങൾ താൻ മറ്റുള്ളവരോട് പറഞ്ഞാൽ തൻ്റെ മനസ്സിൽ സമനിലയെപ്പറ്റി അവർ ചോദ്യം ചെയ്തേക്കും എന്ന് കൗസല്യ ഭയപ്പെട്ടു. തൻ്റെ അനുഭവങ്ങൾ അവർ രഹസ്യമായി വയ്ക്കുവാനും സാധിച്ചില്ല. ശിശുവിൻ്റെ ദിവ്യലീലകളുടെ പുളകം കൊള്ളിക്കുന്ന അവസ്ഥയിൽ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട മാതിരി അവർ തകിടം മറിഞ്ഞ് പലപ്പോഴും പ്രത്യേക രീതിയിൽ പെരുമാറി. സുമിത്രയെയും കൈകേയിയെയും അടുത്തുള്ള ചില ഘട്ടങ്ങളിൽ അവരോട് ഹൃദയം തുറന്ന് കാണിക്കണമെന്ന ഔത്സുക്യം കൗസല്യയ്ക്കുണ്ടാകുമായിരുന്നു. പക്ഷേ അവർ സ്വയം നിയന്ത്രിച്ചു. തൻ്റെ അനുഭവത്തിൻ്റെ വിശ്വാസ്യത സംശയിച്ച് അത് അതിശയോക്തിയോ അഥവാ തൻ്റെ പുത്രനെ സംബന്ധിച്ച അതിപ്രശംസയോ എന്ന ആരോപണം അവരിൽ നിന്നുണ്ടായേക്കാം എന്ന് സംശയിച്ച് സപത്നിമാരോട് അതിനെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞില്ല. ഒടുവിൽ ഒരു ദിവസം ദശരഥ ചക്രവർത്തിയോട് അത്ഭുതവും ഹർഷവും നിറഞ്ഞ ഈ കഥ മുഴുവനും പറയാൻ അവർ ധൈര്യപ്പെട്ടു. അദ്ദേഹം അത് സശ്രദ്ധം കേട്ടു. കൗസല്യേ, ഇത് കേവലം നിന്റെ സങ്കല്പമാണ്. നീ കുട്ടിയെ അതിര് കവിഞ്ഞ് സ്നേഹിക്കുന്നു. അവൻ ദിവ്യനാണെന്ന് നീ ഭാവന ചെയ്യുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ അവൻ്റെ ഓരോ ചലനവും പ്രവർത്തനവും നീ ശ്രദ്ധിക്കുന്നു. അത് കാരണം അവൻ അസാധാരണനും അത്ഭുത ശിശുവും ആണെന്ന് നിനക്ക് തോന്നുന്നു. അത്രയുള്ളൂ. ദശരഥൻ്റെ മറുപടി വളരെ തൃപ്തികരമായി തോന്നിയില്ല. അതുകൊണ്ട് ചക്രവർത്തി പല പ്രത്യേക വാദഗതി കൊണ്ട് അവരെ സമാശ്വസിപ്പിച്ചു. അവരെ അന്തഃപുരത്തിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. താൻ നേരിട്ട് കണ്ട അത്ഭുതകരങ്ങളായ സംഭവങ്ങൾ ഓർത്ത് രാജ്ഞി അസംതൃപ്തിയായി തന്നെ കഴിഞ്ഞു. അവർക്ക് ദശരഥൻ്റെ വാക്കുകളിൽ ലേശം വിശ്വാസവും വന്നില്ല. കൗസല്യ കുലഗുരുവായ വസിഷ്ഠനെ തന്നെ സമീപിച്ചു. തൻ്റെ അനുഭവങ്ങളുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച് അദ്ദേഹത്തോട് അന്വേഷിച്ചു. അദ്ദേഹം അവരുടെ വിവരണം കേട്ടു പറഞ്ഞു, രാജ്ഞി, ഭവതി കണ്ടത് കലർപ്പില്ലാത്ത സത്യമാണ്. അത് ഭവതിയുടെ ഭാവനാ സൃഷ്ടിയൊന്നുമല്ല. ഭവതിയുടെ മകൻ അസാധാരണമായ മനുഷ്യ ശിശു അല്ല. അവൻ ദിവ്യനാണ്. അനേകം വിശിഷ്ട ജീവിതങ്ങൾ നയിച്ചതിൻ്റെ
ഫലമായിട്ടാണ് ഭവതിക്ക് പുത്രനായി ലഭിച്ചത്. മനുഷ്യ സമുദായത്തിൻ്റെ സമുദ്ധാരകൻ കൗസല്യാദേവിയുടെ പുത്രനായി പിറന്നത് അയോധ്യയിലെ പൗരന്മാരുടെ മഹാഭാഗ്യമാണ്. മഹർഷി രാജ്ഞിയെ വേണ്ടവണ്ണം അനുഗ്രഹിച്ച് തിരിച്ചുപോയി. കൗസല്യ വസിഷ്ഠൻ്റെ പ്രസ്താവനയുടെ സത്യം ശരിക്കും മനസ്സിലാക്കി. തൻ്റെ മകൻ ദിവ്യൻ തന്നെയാണ് എന്നറിഞ്ഞ് കുട്ടിയെ നോക്കി നോക്കി അവർ അത്യാനന്ദം അനുഭവിച്ചു. മാസങ്ങൾ കടന്നുപോയി. കുട്ടികളായ രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും നിലത്തിരിക്കാനും അങ്ങിങ്ങായി നീങ്ങാനും പഠിച്ചു. വീണ അപകടം പറ്റാതെ എല്ലായ്പ്പോഴും അവരെ കാത്തു സംരക്ഷിക്കാൻ പ്രത്യേക ഏർപ്പാടുകൾ ചെയ്തിരുന്നു. ധാരാളം കളിപ്പാട്ടങ്ങൾ വരുത്തി അവരുടെ മുമ്പിൽ നിരത്തിവെച്ചു. കുട്ടികളോടൊപ്പം അമ്മമാരും മായമാരും അമ്മമാരോടൊപ്പം കുട്ടികളും സമയം പോകുന്നതറിയാതെ ആനന്ദ തിരമലയിൽ തുടർച്ചയായ ഒരാവർത്തിയായി ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അമ്മയുടെയോ തോഴിയുടെയോ കൈവിരലുകൾ മുറുകെ പിടിച്ചുകൊണ്ട് കുട്ടികൾ സ്വയം എഴുന്നേറ്റ് നിന്നു തുടങ്ങി. അവർക്ക് ചുമർ പിടിച്ച് നിവർന്നു നിൽക്കാനും കഴിഞ്ഞു. ക്രമേണ അല്പം ചില അടികൾ മുന്നോട്ട് വയ്ക്കുവാനും തുടങ്ങി. അവരുടെ പരിശ്രമങ്ങളും നേട്ടങ്ങളും അമ്മമാരെ വളരെ രസിപ്പിച്ചു. മധുരമായ ശുഗസ്വരത്തിൽ അവർ അസ്പഷ്ടമായ ചില വാക്കുകൾ പുറപ്പെടുവിച്ചത് അമ്മമാരെ പൊട്ടിച്ചിരിപ്പിച്ചു. അവർ അമ്മ, അച്ഛൻ എന്നീ വാക്കുകൾ പറയാൻ കുട്ടികളെ പഠിപ്പിച്ചു. ആ വാക്കുകൾ ഉച്ചരിച്ചു കേട്ടപ്പോൾ അവർ പുളകിതഗാത്രരായി. ഓരോ ദിവസവും പ്രഭാതത്തിൽ ഔഷധവീര്യമുള്ള പരിമള തൈലം കുട്ടികളുടെ ശരീരം മുഴുവനും അമ്മമാർ പുരട്ടിത്തടവി. അനന്തരം അഴുക്കുകളെയും ചൂർണം തടവിത്തേച്ച് സരയുവിലെ പവിത്രജലത്തിൽ കുളിപ്പിച്ചു. അതിൽ പിന്നെ അവരുടെ ചുരുളൻ മുടി സുഗന്ധധൂമം കൊണ്ട് ഉണക്കി. കണ്ണിന് അഞ്ജനമിട്ടു. ദൃഷ്ടിദോഷം ബാധിക്കാതിരിക്കാൻ ഗണ്ഡപ്രദേശത്ത് ചില പുള്ളികൾ കുത്തി. നെറ്റിയിൽ കുറികൾ വരച്ചു. പിന്നീട് ആകർഷവും അതിമൃദുവുമായ പട്ടുവസ്ത്രങ്ങൾ അണിയിച്ച് തൊട്ടിലിൽ വച്ചാട്ടി. അമ്മമാർ പുറപ്പെടുവിച്ച താരാട്ടുപാട്ടിൻ്റെ മധുരസ്വരം കേട്ട് അവർ ഉറങ്ങി. ഈ ആനന്ദകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട അമ്മമാർ സ്വർഗം എത്ര അകലെയല്ല എന്നും അത് ഇവിടെ അവർക്ക് ചുറ്റും തന്നെയാണ് എന്നും തോന്നി. അവരുടെ രത്നാഭരണങ്ങളുടെ കഥയോ ഓരോ പുതിയ ദിവസവും അവ നവം ഉജ്ജ്വലതരവും ആയിരുന്നു. കാൽവളകൾ സ്വർണവും രത്നങ്ങളും കൊണ്ട് നിർമ്മിക്കപ്പെട്ട കിലുങ്ങുന്ന അരഞ്ഞാൺ, നവരത്നങ്ങൾ പതിച്ച മാലകൾ, ഇവയ്ക്കും ഉണ്ടായേക്കാവുന്ന പരിപരിപ്പുകൾ കൊണ്ട് കുട്ടികളുടെ മൃദുശരീരത്തിന് പരുക്കു പറ്റിയെങ്കിലോ എന്ന് വെച്ച് അവ മൃദുവായ പട്ടുനാടകളിൽ ശിലകളിലും പതിക്കപ്പെട്ടിരുന്നു. കുട്ടികളുടെ കളിയും വിനോദങ്ങളും വർണ്ണനാതീതമായിരുന്നു. അവർ നടക്കാൻ പഠിച്ചപ്പോൾ നഗരത്തിൽ നിന്നും സമപ്രായക്കാരായ കുട്ടികളെ വരുത്തി അവരൊന്നിച്ച് കളിക്കാൻ സൗകര്യപ്പെടുത്തി. നഗരത്തിൽ നിന്നും വന്ന കുട്ടികൾക്ക് കഴിക്കാൻ മധുരപലഹാരവും കളിക്കാൻ കളിപ്പാട്ടങ്ങളും നൽകപ്പെട്ടു. അവർക്ക് ധാരാളം സമ്മാനങ്ങളും നൽകുകയുണ്ടായി. അവരെ രാജധാനിയിലേക്ക് കൊണ്ടുവന്ന ദാസിമാർക്ക് മൃഷ്ടാന്ന ഭോജനം നൽകി. സ്വന്തം കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്ന കൗസല്യയ്ക്കും കൈകേയിക്കും സുമിത്രയ്ക്കും തങ്ങളുടെ സ്വന്തം ആരോഗ്യത്തെയും സുഖത്തെയും സംബന്ധിച്ച് യാതൊരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല. കുട്ടികളോടൊപ്പം അവർ അത്ര സന്തുഷ്ടകളായിരുന്നു. രാജധാനിയിലെ അന്തർഗൃഹങ്ങളിൽ വെച്ചുള്ള ഈ പോഷണത്തിൻ്റെയും വളർച്ചയുടെയും ഘട്ടത്തിന് ശേഷം അവർക്ക് 3 വയസ്സായപ്പോൾ കുട്ടികളെ അവരുടെ ധാത്രിമാർ പുറത്ത് കളിസ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവർ അവിടെ നിന്നും ഇഷ്ടം പോലെ ഓടിച്ചാടി കളിച്ചു. അവർ തിരിച്ചു വന്നപ്പോൾ അമ്മമാർ അതിയായ പ്രേമത്തോടും ശ്രദ്ധയോടും കൂടി അവരെ സ്വീകരിച്ചു. ഒരു ദിവസം ദശരഥൻ രാജ്ഞിമാരുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ അഭിപ്രായപ്പെടുകയുണ്ടായി: കുട്ടികൾ ദാസിമാരോടൊപ്പം കഴിയുന്ന കാലത്തോളം അവർക്ക് വേണ്ടപ്പെട്ടതൊന്നും പഠിക്കാൻ കഴിയുകയില്ല. അങ്ങനെയായാൽ അവരുടെ ബുദ്ധിയോ പ്രത്യേക വാസനകളോ വികാസം കൊള്ളുകയില്ല. അതുകൊണ്ട് അവരെ എഴുത്തിനിരുത്തേണ്ടതാണ്. അങ്ങനെ വിദ്യാഭ്യാസം ആരംഭിക്കേണ്ടതിനുള്ള ശുഭസമയം തീർച്ചയാക്കപ്പെട്ടു. അതിനായി ഗുരുഭൂതന്മാരെ വരുത്തുകയും ചെയ്തു. ആ ദിവസം മുതൽ ഓമന കുമാരന്മാർ ഗുരുഗൃഹത്തിൽ താമസം തുടങ്ങി. വിലപ്പെട്ട എല്ലാ വസ്ത്രങ്ങളും ഭൂഷണങ്ങളും അവർ ഉപേക്ഷിച്ച് ലളിതമായ വസ്ത്രങ്ങൾ അരയിൽ ചുറ്റി മറ്റൊന്ന് ചുമലിലും ധരിച്ചു. മാതാപിതാക്കളുടെ പ്രേമവും ശ്രദ്ധയും പൂർണ്ണമായുള്ള അന്തരീക്ഷത്തിലാണ് കുട്ടികൾ ഉള്ളതെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം നല്ലതുപോലെ പുരോഗമിക്കാൻ സാധിക്കുകയില്ല. കുട്ടികൾ ഗുരുനാഥന്മാരോടൊന്നിച്ച് വസിക്കണം, ഗുരുകുല ജീവിതം നയിക്കണം, രാവും പകലും പാഠങ്ങൾ ഉൾക്കൊള്ളണം. ഗുരുനാഥനെ ശുശ്രൂഷിച്ചും അദ്ദേഹത്തിൻ്റെ മാതൃകയായി സ്വീകരിച്ചും ആണ് വിദ്യാർജനം ചെയ്യേണ്ടതെങ്കിൽ
കൂടുതൽ പഠിക്കാൻ കഴിയും. ഗുരുനാഥന്മാർ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് അവർ ജീവിക്കണം. അങ്ങനെ രാജകുമാരന്മാർ ബ്രഹ്മചാര്യ ദർശനങ്ങളുടെ മൂർത്തീകരണമായി പ്രശോഭിച്ചു. അമ്മമാർ വിരഹത്തിൻ്റെ വിവശത അനുഭവിക്കുന്ന ഘട്ടത്തിലും കുട്ടികളെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവർ ഗുരുഗൃഹത്തിൽ ചെന്ന് കുട്ടികളെ കണ്ട് അവരുടെ പുരോഗതി മനസ്സിലാക്കി സന്തോഷിച്ചു പോന്നു. ശിഷ്യന്മാരുടെ ദൃഢനിശ്ചയവും ഉത്സാഹത്തള്ളലും കണ്ടപ്പോൾ ഗുരുനാഥൻ വളരെ സന്തുഷ്ടനായി. അവരുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കണ്ട് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. 4 കുട്ടികളിൽ വെച്ച് രാമന് പഠിപ്പിൽ അസാമാന്യമായ താല്പര്യമുള്ളതായി അദ്ദേഹം മനസ്സിലാക്കി. രാമൻ വിഷയങ്ങൾ ക്ഷണത്തിൽ മനസ്സിലാക്കിയിരുന്നു. ഏതു പാഠവും ഒരിക്കൽ കേട്ടാൽ തെറ്റാതെ ആവർത്തിക്കാൻ അവന് കഴിഞ്ഞിരുന്നു. രാമൻ്റെ കുശാഗ്ര ബുദ്ധിത്വം ഗുരുവിനെ അത്ഭുതാതീതനാക്കി. മറ്റു കുട്ടികളെ രാമൻ്റെ നിലയിലേക്ക് കൊണ്ടുവരുവാൻ അവർ ശ്രമിച്ചു. അതേസമയം രാമൻ്റെ പുരോഗതി മന്ദീഭവിക്കരുതെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതുകൊണ്ട് മറ്റു 3 പേരെയും അദ്ദേഹം ഒരു പ്രത്യേക വിഭാഗമായി തിരിച്ചു. അതിവേഗം പഠിക്കുന്ന രാമൻ്റെ കാര്യത്തിൽ വ്യക്തിഗതമായ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്തു. ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും അവരുടെ പാഠങ്ങൾ നല്ല പോലെ പഠിച്ചിരുന്നു. പക്ഷേ രാമൻ്റെ കൂട്ടുകെട്ടിനും സൗഖ്യത്തിനും അവർ വളരെ കൊതിച്ചു. രാമൻ കാഴ്ചയിൽ നിന്നും മറഞ്ഞാൽ അവർക്ക് സ്വന്തം പഠിപ്പിലും ഗുരുശുശ്രൂഷയിലും താല്പര്യം നഷ്ടപ്പെട്ടു കണ്ടു. അതിൻ്റെ ഫലമായി അവർക്ക് രാമൻ്റെ ഒപ്പമെത്താൻ കഴിഞ്ഞില്ല. അവർ 1-2 പാഠങ്ങൾ പിറകിലായിരുന്നു. തങ്ങൾക്ക് യാതൊരു പഠിത്തത്തിൻ്റെയും പാഠങ്ങളുടെയും ആവശ്യമില്ല എന്നും രാമൻ്റെ കൂട്ടുമാത്രം കിട്ടിയാൽ വളരെ സന്തുഷ്ടരായിരിക്കുമെന്നും 1-2 വട്ടം ഗുരുനാഥനോട് തുറന്നു പറയാൻ ലക്ഷ്മണൻ ധൈര്യപ്പെട്ടു. ലക്ഷ്മണൻ്റെ ജീവനായിരുന്നു രാമൻ. അവരിരുവരും തമ്മിലുള്ള ഈ അസാധാരണ ബന്ധം നിരീക്ഷിച്ച ഗുരുനാഥൻ ചിന്തിച്ചു. വളരെ പ്രചോദനം നേടി. അവർ ഒരിക്കലും പിരിയപ്പെടാത്ത ദിവ്യശക്തികളായ നരനും നാരായണനും അല്ലാതെ മറ്റാരും അല്ല എന്ന് വസിഷ്ഠ മഹർഷി പറഞ്ഞ വസ്തുത അദ്ദേഹം ഓർത്തു. സായിറാം.